എൻ്റെ പേര് അജിത്താണ്. എൻ്റെ സ്ഥാപനം പ്രവർത്തിക്കുന്നത് നാട്ടുകൾ എന്ന് പറയുന്ന സ്ഥലത്താണ്. പെരിന്തൽമണ്ണ ടു മണ്ണാർക്കാട് റൂട്ടിൽ TMTL ഡോസ് ആൻഡ് വിൻഡോസ് എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര്. എൻ്റെ സ്ഥാപനം തുടങ്ങിയിട്ട് ഇപ്പോൾ 5 വർഷമായി. പിന്നെ ഈ മേഖലയിലേക്ക് വരാൻ കാരണം നമുക്ക് ഇതിൽ എക്സ്പീരിയൻസ് മുന്നേ ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഞാൻ എഞ്ചിനീയറിങ് കഴിഞ്ഞ ഒരാളാണ്. പിന്നെ ദുബായിൽ 11 വർഷമായിട്ട് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തിരുന്നതാണ്. പിന്നെ നാട്ടിൽ വന്നിട്ട് എൻ്റെ സെയിം ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. നമ്മളെ കമ്പനിയിൽ ടാറ്റ ഷീറ്റിൻ്റെ ഗാൽവനൈസ്ഡ് 16 gauge 1.5 mm തിക്നെസ്സിൻ്റെ ഷീറ്റും കൊണ്ടാണ് നമ്മൾ കട്ട്ല ജനൽ ഉണ്ടാക്കുന്നത്. കട്ട്ല ജനൽ പ്ലസ് ഡോറ്, സേഫ്റ്റി ഡോറ് ആൻഡ് മെയിൻ ഡോറ്, ഈ സംഭവങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ലാണ്ട് സിമെൻറ്റിൻ്റെ ഡോർ ഫ്രെയിം, അതേപോലെ ജനലുകൾ, ഏത് മോഡൽ വേണമെങ്കിലും ഏത് ഡിസൈനിൽ വേണമെങ്കിലും നമ്മൾ ചെയ്യാൻ പറ്റും. നമ്മുടെ കമ്പനിയിൽ ടാറ്റ ഷീറ്റും കൊണ്ടാണ് നമ്മൾ 1.5 mm തിക്നെസ്സിൽ 16 gauge ഷീറ്റിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 15 വർഷത്തെ ഗ്യാരണ്ടി നമുക്ക് ഷുവറായിട്ട് കൊടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ടാറ്റ ഷീറ്റ് നമുക്ക് തരുന്നത് തന്നെ 15 വർഷത്തെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് തരുന്നത്. അതിൻ്റെ പോരാത്തത് നമ്മൾ ചെയ്യുന്ന സാധനങ്ങൾ പക്കയായിരിക്കും. അതിൽ നമ്മളൊരു വേറൊരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ ടാറ്റയുടെ 16 gauge 1.5 mm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെറ്റീരിയൽ കൊണ്ട് മാത്രമേ നമ്മളിവിടെ ചെയ്യുന്നുള്ളൂ. എപ്പോക്സി പ്രൈമറാണ്. പക്ഷെ ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു എപ്പോക്സി പ്രൈമറാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. അത് വേറൊന്നല്ല, എനിക്ക് മറ്റുള്ളവരിൽ നിന്നൊരു വ്യത്യസ്തമാവണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ഗ്രേ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഒരു ഗ്രീൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എപ്പോക്സി പ്രൈമറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷെ ഞാനതൊരു ഒന്ന് ചേഞ്ച് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഒരു ഇഷ്ടാനുസരണം ഞാൻ മാറ്റിയതാണ്. എല്ലാ ടൈപ്പ് ഡോസുകളും ഇവിടെ അവൈലബിൾ ആണ്. ഏത് മോഡലാണെന്നുണ്ടെങ്കിലും ഏത് രീതിയിലുള്ള ജനലുകളാണെങ്കിലും വാതിലുകളാണെങ്കിലും ഏത് മോഡലാണെന്നുണ്ടെങ്കിലും നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. എനിക്ക് ഇവിടെ മാത്രമല്ല, എനിക്ക് നമ്മളെ പുറം സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട്. ഹൈദരാബാദ് പോകുന്നുണ്ട്, ആന്ധ്ര പോകുന്നുണ്ട്, തമിഴ്നാട് പോകുന്നുണ്ട്, അതുപോലെ പിന്നെ പാലക്കാട്, മുണ്ടൂര്, അങ്ങനെ മിക്ക സ്ഥലങ്ങളിലും പോകുന്നുണ്ട് നമ്മൾ ഇവിടുന്ന് സാധനങ്ങൾ. നമ്മൾ ഡെലിവറി നമ്മളാണ്, ഫ്രീ ഡെലിവറിയാണ്. എവിടെയാണെന്നുണ്ടെങ്കിലും ഫ്രീ ഡെലിവറിയാണ്. നമ്മൾ ചില ആൾക്കാർക്ക് സജഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനലിൽ പാളി ഉള്ളതായിരിക്കും. ചില ആൾക്കാരുടെ സജഷൻ എന്ന് പറഞ്ഞാൽ പാളി വേണ്ട, അവർ മരത്തിന്റെ പാളി വെക്കാന്നുള്ള കാഴ്ചപ്പാടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ എങ്ങനെയാണോ കസ്റ്റമറിന് സൂട്ടബിൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്യും. മുന്നത്തെ ആൾക്കാരൊക്കെ നമ്മൾ ചെയ്തിരുന്നത് ഇത്ര സേഫ്റ്റി നോക്കിയിട്ടുണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇന്നത്തെ കാലത്ത് കസ്റ്റമേഴ്സ് ഫ്രണ്ട് ഡോറ്, അതേപോലെ ബാക്ക് സൈഡ് ഡോറ്, അതേപോലെ നമ്മുടെ ഓപ്പൺ ടെറസ് ഡോറ്, അങ്ങനത്തെ കാര്യങ്ങളിൽ ആ ഡോറുകളിലൊക്കെ എല്ലാവരും ഇപ്പോൾ സ്റ്റീലിൻ്റെ ഡോറുകളാണ് ഇപ്പോൾ ചൂസ് ചെയ്യുന്നത്. അത് സേഫ്റ്റി ഒന്നുകൂടി ബെറ്റർ ആണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് കസ്റ്റമേഴ്സ് എല്ലാവരും. എൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയിൽ വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് ഫുള്ള് സ്റ്റീൽ എടുക്കാൻ കഴിയില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ള ആൾക്കാർക്കാണെങ്കിൽ പോലും സിമെൻറ്റ് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ സിമെൻറ്റ് ഉപയോഗിക്കാം. അപ്പോൾ രണ്ടും വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമെൻറ്റിന് എടുക്കുന്ന ആൾക്കാർക്ക് ഇരുമ്പിൻ്റെ യൂസ് ആവും, ഇരുമ്പിൻ്റെ വെക്കുന്ന ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് ചില പോർഷൻസ് സിമെൻറ്റ് മതിയെന്നാവും, സിമെൻറ്റ് കട്ടിലും ജനല്, അപ്പോൾ അത് മതിയെന്നാവും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ രണ്ടും ചൂസ് ചെയ്യാനുള്ള കാരണം. എല്ലാത്തിലും ചെയ്തു കൊടുക്കും, എംസാൻഡിൽ ചെയ്തു കൊടുക്കും, അതുപോലെ മണലിലും ചെയ്തു കൊടുക്കും. ഏതാണോ കസ്റ്റമറിൻ്റെ ആവശ്യം അത് പ്രകാരം ചെയ്തു കൊടുക്കും. അതിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽ, സിമെൻറ്റ്, അതുപോലെ എംസാൻഡ് ഇത് മിക്സ് ചെയ്ത് അതിന് നമ്മുടെ കമ്പനിയിൽ മുന്നത്തെ പ്രൊഡക്ഷനൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിരുന്നു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ചെയ്യും, സാധനങ്ങൾ എടുത്ത് വെള്ളത്തിലിടും, വെള്ളത്തിൽ നിന്ന് ഡയറക്റ്റ് വീട്ടിലേക്ക് ലോഡ് ചെയ്ത് പോകാറാണ് പതിവ്. പക്ഷെ നമ്മുടെ പ്രൊഡക്റ്റ് ഇത്രയും ഫിനിഷിങ് വരുത്താൻ കാരണം നമ്മളുടെ ഈ പ്രൊഡക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളത്തിലിട്ടിട്ട് 7 ദിവസം വെള്ളത്തിലിട്ടിട്ട് നമ്മൾ ക്യൂറിങ് ചെയ്യും. ക്യൂറിങ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പുറത്തെടുത്ത് വെക്കുക. പുറത്തെടുത്ത് വെച്ചതിന് ശേഷം പിന്നെയാണ് നമ്മൾ അതുമ്പോൾ ഫിനിഷിങ് ചെയ്യുക. ഫിനിഷിങ് ചെയ്ത് പിന്നെ ഇതടിച്ച് എമൻഷൻ അടിച്ച് പൈപ്പ് ഇട്ട് വിജാഗുരി ഇട്ടിട്ടാണ് നമ്മൾ കൊടുക്കാറ്. അതുകൊണ്ടാണ് നമ്മളെ സാധനം ഇത്ര ക്ലാരിറ്റിയും വരുന്നത്, അതേപോലെ ഇത്ര ഫിനിഷിങ്ങും വരുന്നത്. എൻ്റെ ഫാമിലിയിലുള്ളത് അച്ഛനില്ല, അമ്മയാണുള്ളത്, പിന്നെ വൈഫുണ്ട്, പിന്നെ ജ്യേഷ്ഠനുണ്ട്, ജ്യേഷ്ഠൻ്റെ വൈഫുണ്ട്, കുട്ടികളുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഫാമിലി. അവരെല്ലാവരും സപ്പോർട്ടറാണ്. ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഇതന്നെ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുമ്പ്, അതേപോലെ ഇരുമ്പിൻ്റെ ഡോസ് അങ്ങനെ തന്നെ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലെവലിലേക്ക് ഇപ്പം മാറിക്കഴിഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിതല് ഇരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ കാരണം കൊണ്ടാണ് മരങ്ങൾ ഒഴിവാക്കിയിട്ട് എല്ലാവരും ഇരുമ്പ് അല്ലെങ്കിൽ സിമെൻറ്റിലേക്ക് മാറിയിട്ടുള്ളത്, സിമെൻറ്റ് ജനല് കട്ടലകളിലേക്ക് മാറിയിട്ടുള്ളത്. അപ്പോൾ ഈ 2 മേഖലകളായിരിക്കും ഇനി മുന്നോട്ട്. പിന്നെ ഇപ്പോഴത്തെ കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേഫ്റ്റി കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നതാണ്. അപ്പോൾ അവർ എന്തായാലും ഈ കാര്യങ്ങളാണ് ചൂസ് ചെയ്യുക. എൻ്റെ ഇനി വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് 2-3 സ്ഥലങ്ങളിൽ ലോഞ്ച് ചെയ്യണം, ഓരോരോ ഡിസ്ട്രിക്റ്റിലായിട്ട് ലോഞ്ച് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. എനിക്കിപ്പോൾ ആൾറെഡി മേലെ കൊടക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് എനിക്ക് ആൾറെഡി ഒരു കമ്പനി ഉണ്ട്.
ഇതിൻ്റെ സെയിം ബ്രാഞ്ച് തന്നെ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് അടുത്ത വേറെ സ്ഥലങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. എൻ്റെ കമ്പനിയിൽ ഇപ്പോൾ 12 പേരാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ വെറും 2 പേരും ഞാനും തുടങ്ങിയതാണ് എൻ്റെ കമ്പനി. അപ്പോൾ ആ സമയത്തൊന്നും നമുക്ക് സ്റ്റാർട്ടിങ് ബേസ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ജോബ് കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ 12 പേര് ടോട്ടലി ഇപ്പോൾ നമ്മളെ കമ്പനിയിൽ ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ എൻ്റെ സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് പോലെ തന്നെയാണ്. പക്ക കറക്റ്റ് ക്ലിയർ ആയിട്ടുള്ള സാധനങ്ങളെ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. അതുപോലെ ടാറ്റയുടെ 16 kg ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 kg ഷീറ്റ് 1.5 mm തിക്നെസ്സിൽ മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. അതിനൊരു ഉദാഹരണമാണിത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലേക്കുള്ള കട്ടിലയാണ്. പക്ഷേ ഈ സെയിം കട്ടില തന്നെയാണ് വേറുള്ള ആൾക്കാർ ഈ കട്ടിലേനേക്കാളും കുറഞ്ഞ റേറ്റിൽ വേറെ കൊടുക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തിക്നെസ്സോ അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കമ്പനീൻ്റെ ഡീറ്റെയിൽഡോ ഒന്നും കസ്റ്റമേഴ്സിന് അറിയില്ല. ഇതാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ കൊടുക്കുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ കമ്പനിയിൽ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഇതിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കനവും വണ്ണം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മറ്റുള്ള കമ്പനികളിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഷീറ്റാണ്. ഈ ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റയുടെ ഷീറ്റ് തന്നെയാണ്, പക്ഷേ ഇത് തിക്നെസ് കുറവായിരിക്കും. അപ്പോൾ ഇതിന് റേറ്റും കുറവാണ്. ഞാൻ രണ്ടും കസ്റ്റമേഴ്സിനെ ബോധ്യപ്പെടുത്തും. ഇത് ഇന്ന റേറ്റാണ്, ഇത് ഇന്ന റേറ്റാണെന്ന് പറഞ്ഞിട്ട് ഞാൻ രണ്ടും കസ്റ്റമേഴ്സിനെ ബോധ്യപ്പെടുത്തിയിട്ട് മാത്രമേ ഞാൻ സെയിൽ ചെയ്യാറുള്ളൂ. നമ്മുടെ കമ്പനിയിൽ വന്നു കഴിഞ്ഞാൽ ഏത് കസ്റ്റമർ ആണെന്നുണ്ടെങ്കിലും അവർക്ക് അവരുടെ മനസ്സിൽ എങ്ങനെയാണോ ഡിസൈൻ, ഏത് കസ്റ്റമൈസറാണെന്നുണ്ടെങ്കിലും നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. അത് അവരുടെ ഇഷ്ടാനുസരണം നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ കസ്റ്റമറിന് വന്ന് ബോധ്യപ്പെട്ടിട്ട് നമുക്ക് അവർക്ക് എങ്ങനെയാണോ സാറ്റിസ്ഫൈഡ് അതുപോലെ നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. പിന്നെ കമ്പനിയിൽ വന്നിട്ട് ഏത് കസ്റ്റമേഴ്സിനാണെങ്കിലും ഇവിടെ വന്ന് നേരിട്ട് ബോധ്യപ്പെടാവുന്നതാണ്. ഇതിൻ്റെ തിക്നെസ് എത്രയാണ്, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, എന്താ കാര്യങ്ങൾ എന്നുള്ളത് ഫുള്ള് നമ്മളുടെ ഫാക്ടറിയിൽ വന്നു കഴിഞ്ഞാൽ, നമ്മുടെ കമ്പനിയിൽ വന്നു കഴിഞ്ഞാൽ ഏത് കസ്റ്റമേഴ്സിനാണെങ്കിലും ഇത് കണ്ട് ബോധ്യപ്പെട്ടിട്ട് ഓർഡർ തന്നിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. ഇതാണ് നമ്മൾ ചെയ്യുന്ന മെയിൻ ഡോഴ്സുകൾ. മെയിൻ ഡോഴ്സിൻ്റെ ഓരോ ഷീറ്റുകളാണിത്. ഓരോ ഡിസൈൻ അനുസരിച്ചിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുക, കസ്റ്റമൈസ് ചെയ്തു കൊടുക്കുന്നതായിരിക്കും. കസ്റ്റമറിന് ഏതാണോ താല്പര്യം അതിനനുസരിച്ചിട്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നതാണിത്. ഇത് ചെയ്തതിന് ശേഷം പിന്നെയാണ് നമ്മൾ ഓരോ ഡിസൈനിൽ വരയ്ക്കുന്നതൊക്കെ. തേക്കിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ തേക്കിൻ്റെ ചെയ്യാൻ പറ്റും. അതുപോലെ വേറെ ഏതെങ്കിലും ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ ഈ വീട്ടി, അതേപോലെ മഹാഗണി, ഏത് വേണമെന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. മുന്നേ ഉള്ള വീടുകൾക്കൊക്കെ ഇപ്പോൾ നമ്മൾ മാറ്റി കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെതലരിച്ചിട്ട് അതുപോലെ അതിന് കംപ്ലൈന്റുകൾ വന്നിട്ട് കട്ടില, ജനല് അതൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട്. അത് ഏതാണോ കസ്റ്റമറിന്റെ ഡിസൈന്, ഏതാണോ നമ്മൾ മുന്നേ വെച്ചിട്ടുള്ളത്, പട്ടയാണോ കമ്പിയാണോ എങ്ങനെയാണോ പൈപ്പാണോ എങ്ങനെയാണോ എന്നുള്ളതിനനുസരിച്ചിട്ട് നമ്മളത് ചെയ്തു കൊടുക്കുന്നതാണ്. ടാറ്റ ഷീറ്റിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. എൻ്റെ കമ്പനി വരുന്നത് നാട്ടുകല്ലാണ്. CMTL ഡോർസ് ആൻഡ് വിൻഡോസ് എന്നാണ് കമ്പനിയുടെ പേര്. നാട്ടുകല്ല് ആശുപത്രിപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ കമ്പനി വരുന്നത്. പെരിന്തൽമണ്ണെന്ന് പോകുമ്പോൾ മണ്ണാർക്കാടിൻ്റെ സെൻട്രലായിട്ടാണ് നമ്മളെ കമ്പനി സ്ഥിതി ചെയ്യുന്നത്. ബ്രാഞ്ചായിട്ട് വരുന്നത് മേലേക്കൊടക്കാടാണ്. മേലേക്കൊടക്കാട് സെയിം ബ്രാഞ്ച് എൻ്റെ കമ്പനി തന്നെയാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇത് നെക്സ്റ്റ് ബ്രാഞ്ചാണ്. ആ ബ്രാഞ്ച് വരുന്നത് പാലക്കാട് ടു മണ്ണാർക്കാട് റൂട്ടിൻ്റെ സെൻട്രലായിട്ടാണ് വരുന്നത്. ഇത് CMTL ഡോർസ് ആൻഡ് വിൻഡോസ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ നെയിം കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ വന്നിട്ടുള്ളത് സെയിം മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ടാറ്റയുടെ 16 kg ഷീറ്റ് കൊണ്ട് 1.5 mm തിക്നെസ് കൊണ്ട് ഉള്ള കട്ടില ജനലുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പൈപ്പുകളെല്ലാം സാധാരണ ലോക്കൽ പൈപ്പുകൾ ഇടാറില്ല. നമ്മൾ ചെയ്യുന്നത് ഫുള്ള് അപ്പോളോന്റെ പൈപ്പുകൾ കൊണ്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി. ഇത് ലോക്കിംഗ് സിസ്റ്റം എന്ന് പറയും. നമ്മളെ വെൽഡിങ് കുറയ്ക്കാനും ഗ്രൈൻഡിങ് കുറയ്ക്കാനും വേണ്ടിയിട്ടുള്ള ചെയ്യുന്നതാണിത്. ഇത് ലോക്ക് ചെയ്യാനാണ് പതിവ്. ലോക്കിംഗ് ചെയ്തതിന് ശേഷം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ വെൽഡിങ്ങോ അല്ലാന്നുണ്ടെങ്കിൽ ഗ്രൈൻഡിങ്ങോ ഇതൊന്നും വരാറില്ല.